1999 കാർഗിൽ യുദ്ധം. ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് പാകിസ്ഥാൻ സൈന്യവും ഭീകരരും നടത്തിയ കടന്നുകയറ്റത്തിനെതിരെ ഇന്ത്യൻ സൈന്യം നടത്തിയ നിർണായക പോരാട്ടം. ആ പോരാട്ടത്തിന്റെ വിജയത്തിൽ കരസേനയ്ക്കൊപ്പം ഇന്ത്യൻ വ്യോമസേനയും വഹിച്ച നിർണായക പങ്കിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് നെറ്റ്ഫ്ലിക്സിന്റെ പുതിയ സീരീസ് ഓപ്പറേഷൻ സഫേർ സാഗർ എത്തുന്നത്. കാർഗിൽ യുദ്ധത്തിന്റെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ഇത് വെറും മലമുകളിൽ നടന്ന ഒരു കരയുദ്ധം മാത്രമായിരുന്നില്ല. ശത്രുവിന്റെ ശക്തമായ സ്ഥാനങ്ങൾ തകർക്കുന്നതിൽ ഇന്ത്യൻ കരസേനയും വ്യോമസേനയും തമ്മിലുള്ള കൃത്യമായ ഏകോപനവും ആസൂത്രണവും നിർണായകമായിരുന്നു. ആ യുദ്ധത്തിന്റെ ഈ വശം സീരീസ് ശക്തമായി മുന്നിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. സഫേർ സാഗർ എന്നത് വെളുത്ത സമുദ്രം എന്നാണ് അർത്ഥമാക്കുന്നത്. മഞ്ഞുമൂടിയ ഉയർന്ന ഹിമാലയൻ മലനിരകളെ ആകാശത്തു നിന്ന് നോക്കുമ്പോൾ കാണുന്ന വെളുത്ത സമുദ്ര സമാനമായ ഭൂപ്രകൃതിയിൽ നിന്നാണ് ഈ പേരിന് അതിൻ്റെ അർത്ഥവും പ്രസക്തിയും ലഭിക്കുന്നത്. അതേ മഞ്ഞുമലകൾക്കിടയിലായിരുന്നു ഇന്ത്യൻ സൈനികർ ജീവൻ പണയം വെച്ച് പോരാടിയത്. സിദ്ധാർത്ഥും ജിമ്മി ഷെർഗിലും നയിക്കുന്ന സീരീസ് ഇന്ത്യൻ വ്യോമസേനയിലെ ഗോൾഡൻ ആരോ സ്ക്വാഡ്രണിലെ പൈലറ്റുമാരുടെ കഥയിലൂടെയാണ് കാർഗിൽ പോരാട്ടത്തെ അവതരിപ്പിക്കുന്നത്. യുവാക്കളായി യുദ്ധഭൂമിയിലേക്ക് എത്തുന്നവർ ഉത്തരവാദിത്തമുള്ള സൈനികരായി മാറുന്ന യാത്രയാണ് കഥയുടെ പ്രധാന ആകർഷണം. അഭയ് വർമ്മ അവതരിപ്പിക്കുന്ന ഫ്ലൈയിങ് ഓഫീസർ ദാലിയും സിദ്ധാർത്ഥിന്റെ അജയ് അഹൂജയും തമ്മിലുള്ള ബന്ധത്തിലൂടെ ഒരു സൈനികന്റെ വളർച്ചയും മെന്റർഷിപ്പും സീരീസ് കാണിക്കുന്നുണ്ട്. അതേസമയം ജിമ്മി ഷെർഗലിന്റെ കഥാപാത്രം സീനിയർ ഓഫീസർ എന്ന നിലയിലുള്ള കർശനതയും അനുഭവസമ്പത്തും മുന്നിലെത്തിക്കുന്നു. എന്നാൽ ഓപ്പറേഷൻ സഫേർ സാഗർ വെറും വ്യോമാക്രമണങ്ങളുടെ കഥയല്ല. കരസേനയും വ്യോമസേനയും പരസ്പരം കൈകോർത്തുകൊണ്ട് മുന്നേറിയ കാർഗിൽ യുദ്ധത്തിന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാൻ സീരീസ് ശ്രമിക്കുന്നുണ്ട്. മലയിടുക്കുകളിൽ ഇന്ത്യൻ സൈനികർ നടത്തിയ പോരാട്ടത്തിനൊപ്പം ആകാശത്ത് ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ നടത്തിയ നിർണായക ദൗത്യങ്ങളും കഥയുടെ പ്രധാന ഭാഗമാണ്. പാകിസ്ഥാന്റെ ഭീകരവാദവും അതിർത്തി കടന്നുള്ള കടന്നുകയറ്റവും സീരീസ് വ്യക്തമായി രാഷ്ട്രീയ സൈനിക പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. കാർഗിൽ യുദ്ധം എങ്ങനെ രൂപപ്പെട്ടു, അതിന് പിന്നിൽ പാകിസ്ഥാൻ സൈനിക നേതൃത്വത്തിന്റെ പങ്ക് എന്തായിരുന്നു, രാഷ്ട്രീയ നേതൃത്വവും സൈനിക നേതൃത്വവും തമ്മിൽ എങ്ങനെയായിരുന്നു അധികാരപ്പോര്, ഇതെല്ലാം കഥയുടെ മറ്റൊരു പ്രധാന തലമാണ്. നവാസ് ഷെരീഫും ജനറൽ പർവേസ് മുഷറഫും തമ്മിലുള്ള ബന്ധത്തിലൂടെയും ഈ അധികാരപ്പോര് സീരീസ് അവതരിപ്പിക്കുന്നു. പാകിസ്ഥാനെ യഥാർത്ഥത്തിൽ നിയന്ത്രിച്ചത് ആര്, രാഷ്ട്രീയ നേതൃത്വമോ സൈനിക നേതൃത്വമോ എന്ന ചോദ്യം കഥ പല ഘട്ടങ്ങളിലും ഉയർത്തുന്നുണ്ട്. ഇന്ത്യൻ സൈനികരുടെ ധീരതയെ ഉയർത്തിക്കാട്ടുമ്പോഴും അമിതമായ ദേശസ്നേഹ മുദ്രാവാക്യങ്ങളിലേക്കോ ശത്രുവിനെ പരിഹസിക്കുന്ന രീതിയിലേക്കോ സീരീസ് അധികം വഴുതിപ്പോകുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. പകരം ത്യാഗം, കടമ, ഉത്തരവാദിത്തം, ഭയം, നഷ്ടബോധം, അതിജീവിച്ചവരുടെ കുറ്റബോധം തുടങ്ങിയ മനുഷ്യവികാരങ്ങളിലൂടെയാണ് സൈനികരുടെ ജീവിതത്തെ അവതരിപ്പിക്കുന്നത്. ഒരു സോർട്ടിക്ക് മുമ്പുള്ള ചെറിയൊരു കുടുംബ വഴക്ക് പോലും എത്ര വലിയ മാനസിക ഭാരമായി മാറാമെന്നത് കാണിക്കുന്ന രംഗങ്ങൾ സീരീസിന്റെ മാനുഷികത വ്യക്തമാക്കുന്നു. അജയ് അഹൂജയുടെ ഭാര്യ അൽക്ക പറയുന്ന ഒരു സോർട്ടിക്ക് മുമ്പ് വഴക്കില്ല എന്ന ആശയം സൈനിക കുടുംബങ്ങളുടെ ജീവിതത്തിലെ പറയാതെ പോകുന്ന യാഥാർത്ഥ്യത്തെ വളരെ ലളിതമായി അവതരിപ്പിക്കുന്നു. ഇന്ത്യൻ സായുധ സേനയുടെ ധീരതയും ത്യാഗവും ആദരിക്കുന്ന നിലപാടാണ് സീരീസിനുള്ളത്. അതേസമയം വാജ്പേയി സർക്കാരിനെ നേരിട്ട് കേന്ദ്രീകരിക്കാതെ അതിർത്തി കടന്നുള്ള പാകിസ്ഥാന്റെ ആക്രമണത്തെയും അതിന് ഇന്ത്യ നൽകിയ സൈനിക മറുപടിയെയും കഥയുടെ കേന്ദ്രത്തിൽ നിർത്തുകയാണ് സീരീസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ദേശസ്നേഹികൾക്ക് ഈ സീരീസ് കൂടുതൽ പ്രശസ്തമാകുന്നത് ഇവിടെയാണ്. കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ ആർമി നടത്തിയ രക്തസാക്ഷിത്വം നിറഞ്ഞ പോരാട്ടവും അതിന് കരുത്തായി ഇന്ത്യൻ എയർഫോഴ്സ് നടത്തിയ ഓപ്പറേഷൻ സഫേർ സാഗർ ദൗത്യവും ഒരുമിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരു ചരിത്ര പശ്ചാത്തലമാണ് സീരീസ് നൽകുന്നത്. ആകാശത്തിലെ യുദ്ധരംഗങ്ങൾക്കൊപ്പം ഭൂമിയിലെ നിശബ്ദമായ കാത്തിരിപ്പും കുടുംബങ്ങളുടെ ആശങ്കകളും ചേർത്ത് വെക്കുന്നതാണ് സീരീസിന്റെ മറ്റൊരു ശക്തി. അതുകൊണ്ട് തന്നെ ഇത് വെറും യുദ്ധവിമാനങ്ങളും ബോംബാക്രമണങ്ങളും നിറഞ്ഞ ഒരു ആക്ഷൻ സീരീസിൽ ഒതുങ്ങുന്നില്ല. ചില VFX പരിമിതികളും കഥയുമായി പൂർണ്ണമായി ചേരാത്ത ചില സംഭാഷണങ്ങളും ഉണ്ടെങ്കിലും 1999 കാർഗിൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ കരസേനയുടെയും വ്യോമസേനയുടെയും ധീരതയും ഏകോപനവും പാകിസ്ഥാന്റെ അതിർത്തി കടന്നുള്ള ആക്രമണത്തിന്റെ പശ്ചാത്തലവും അവതരിപ്പിക്കുന്ന ശ്രദ്ധേയമായ യുദ്ധനാടകമാണ് ഓപ്പറേഷൻ സഫേർ സാഗർ. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചുള്ള ഈ വാരാന്ത്യത്തിൽ കാർഗിൽ യുദ്ധത്തിന്റെ ചരിത്രം ഓർമ്മിക്കാനും ഇന്ത്യൻ സൈനികരുടെ ത്യാഗത്തെ ആദരിക്കാനും ആഗ്രഹിക്കുന്നവർ തീർച്ചയായും കാണേണ്ട സീരീസുകളിൽ ഒന്നാണ് ഓപ്പറേഷൻ സഫേർ സാഗർ. രാജ്യസ്നേഹത്തിന്റെ ആവേശത്തിനപ്പുറം ആ വിജയത്തിന് പിന്നിലെ ത്യാഗവും ധൈര്യവും ഓർമ്മിപ്പിക്കുന്നതാണ് ഈ വെളുത്ത സമുദ്രം.